കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എപ്പോഴെങ്കിലും വിപിൻ വിചാരിച്ചിട്ടുണ്ടോ ഈ പടത്തിൽ എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്? വെറുതെ തന്നെ ഇമോഷണൽ അല്ല, ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഇമോഷനാണ് ഞാൻ പറഞ്ഞത്. പറ്റുന്നൊക്കെ ചെയ്യണം എന്നുള്ള, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഒരു 2 സ്റ്റെപ്പ് വെക്കുന്നത് എനിക്കൊരു 1000 സ്റ്റെപ്പ് വെച്ചാലേ നടക്കുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ 10,000 സ്റ്റെപ്പ് ശ്രമിക്കും ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാ. ഞാൻ അതിനെ കഷ്ടപ്പാടെന്നൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു, കഷ്ടപ്പാടെന്ന് ഞാൻ പറയത്തില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിട്ടാവുന്ന അതിൻ്റെ അപ്പുറം ഭാഗ്യം എനിക്ക് നിങ്ങളും പ്രേക്ഷകരും കേരളത്തിലുള്ളവരും എല്ലാവരും തന്നേക്കുന്നത്. അപ്പം ഞാനത് യൂസ് ചെയ്യണ്ടേ, അത് യൂസ് ചെയ്യണം. പക്ഷേ ഈ പറയുന്ന പ്രയത്നം അത് ഓഡിയൻസിലേക്ക് എത്തും. അത് എല്ലാവരും പറഞ്ഞതാണ്. എഫേർട്ടിൻ്റെയും സെക്കൻഡ് ഹാഫ് ഗംഭീരമായി എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഭയങ്കരമായിട്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട് വിപിൻ എന്ന് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റും ഈ പടങ്ങൾ. അതാണ് അത് എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ സിനിമ എന്നല്ല, എല്ലാ സിനിമയുടെയും കൂടെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതോടെ എന്നെയൊക്കെ വെച്ചിട്ട് ഒരു പൈസ മുടക്കേണ്ട ആൾ വരുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പരിപൂർണമായിട്ട് നീതി പുലർത്തണം. ജിതിൻ ചേട്ടാ വന്നേ പറഞ്ഞപ്പോൾ തന്നെ ആൾ ഇവിടെ എത്തി. നമ്മുടെ പ്രൊഡ്യൂസർ, ഞാനതിൻ്റെ പരമാവധി എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ എല്ലാ പണിയും ഞാൻ ചെയ്യും. കാരണം അവർ നമ്മളെ വിശ്വസിച്ച് വന്നേക്കുന്നത്. അപ്പോൾ ശ്രമിക്കും. എൻ്റെ ശ്രമം കണ്ടു അല്ലേ, അഭിപ്രായമാണ്. കാരണം ഇനി നമുക്ക് ആള് കയറി കിട്ടിയാൽ നല്ല റെസ്പോൺസാണ്. ഇന്ന് പാർട്ടിയൊക്കെ തരാം, ചിക്കൻ ബിരിയാണി അതൊക്കെ തരാടാ, അതൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ന് എല്ലാവരിലേക്ക് എത്തണം. ആദ്യം തന്നെ ദൈവത്തിനായിട്ടാണ് എനിക്ക് ശരിക്കും അത്ഭുതം പോലെയെന്നേ. മോശം മാറിയത് ഓണം ചെലട്ടാണെന്നേ ഇവിടെ. എനിക്കൊന്ന് വിപിന് വേണ്ടി ദൈവം ഇന്ന് മഴ വരെ മാറ്റി വെച്ചു കൂടലിന് വേണ്ടി. വിപിൻ അതേപോലെ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഒരു നിങ്ങളുടെ ആരാധക ഒരു ടീം ഒരു ഫോട്ടോ വരച്ചു കൊണ്ടത്, അതിൽ വിജയുടെ അച്ഛൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അപ്പയുടെ ഫോട്ടോ അതിനകത്ത്. ശരിക്കും അപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഫസ്റ്റ് ഷോയ്ക്ക് ഫാമിലി ആയിട്ട് വന്ന് കണ്ട് അല്ലേ. ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പനായിരിക്കും ചിലപ്പോൾ മഴ മാറ്റിയല്ലേ. എടാ നീ പോയടാ കാര്യം. ഏത് റെസ്റ്റോറൻറ്റിലുണ്ട്? ഏത് റെസ്റ്റോറൻറ്റിൽ വിട്ടില്ലേ? എല്ലാവർക്കും ഉണ്ടാ. കാരണം നിങ്ങൾ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയസിനോട് വലിയ തന്നിട്ടില്ല. കാരണം കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കിയുള്ള സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ചെറിയ പടമാണ്. പക്ഷേ ലോകം മുഴുവൻ എത്തിക്കാൻ സഹായിച്ചത് നിങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് എല്ലാവരോടും, നിങ്ങളെല്ലാവരോടും നന്ദി ഇവിടെ പറയണം. സീരിയസ്ലി അത് കണ്ടന്റുകൾ മാത്രം എടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. പക്ഷെ അത് ഇത് കൊച്ചു സിനിമയാണെന്ന് അറിഞ്ഞിട്ടും അല്ലേ അവര് നമ്മുടെ കൂടെ. താങ്ക് യു. അതാണ് പടം. അപ്പോൾ ഇനി ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് കയറട്ടെ, പടം വലുതാവട്ടെ, ഗംഭീരമായിട്ടൊരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഈ പടത്തിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഈ പടം നന്നായിട്ട് നീ ഓടിച്ച് തന്നാൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഒരു ത്രെഡ് ഇട്ടിട്ടാ പോയത്. അതെ, സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും മറക്കാൻ തന്നെ ഉണ്ടോ പറയുന്നത്. സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും. ഓക്കെ.